കാലിൽ കൊലുസണിഞ്ഞ സഹോദരങ്ങൾ തുള്ളിച്ചാടി നടക്കുന്നത് കാണുമ്പോൾ ഇരുകാലുകളുമില്ലാത്ത ആ 3 വയസ്സുകാരി ബദരിയ വേദനയോടെ കണ്ടിരുന്നു. കൊലുസണിയാൻ വാശി പിടിച്ച അവളെയും കൂട്ടി മാതാപിതാക്കൾ സ്വർണ്ണക്കടയിലെത്തി. തൻ്റെ അഴിച്ചുമാറ്റിയ കൃത്രിമക്കാലിൽ സെയിൽസ്മാൻ വെള്ളിക്കൊലുസണിയിക്കുന്നത് അവൾ ഏറെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ആ ദൃശ്യം നവമാധ്യമങ്ങളിൽ കണ്ട് കണ്ണിറഞ്ഞ ചില മനുഷ്യസ്നേഹികൾ ആ പെൺകുട്ടിക്കൊരു സ്വർണ്ണവളയും സമ്മാനങ്ങളുമായി പുനലൂർ ഉറകുന്നിലുള്ള വീട്ടിലേക്ക് കയറി ചെന്നു. ആ ദൃശ്യം കണ്ട ഏവരെയും സങ്കടത്തിലാക്കി. 2 കുഞ്ഞു കൃത്രിമക്കാലുകളിൽ ജ്വല്ലറിയിലെ സെയിൽസ്മാൻ വെള്ളിക്കൊലുസുകൾ അണിയിക്കുന്നു. പിതാവിന്റെ മടിയിലിരുന്ന് ആ രംഗം വീക്ഷിക്കുന്ന 3 വയസ്സുകാരി. അവൾക്ക് സ്വന്തം കാലുകളിൽ വെള്ളിക്കൊലുസണിയാനുള്ള ഭാഗ്യം വിധി നൽകിയില്ല. ജന്മനായുള്ള വൈകല്യം മൂലം മുട്ടിനു മുകളിൽ വെച്ച് 2 കാലും മുറിച്ചുമാറ്റേണ്ടി വന്നു. പുനലൂർ ഉറുകുന്നു സ്വദേശികളായ താജുദ്ദീന്റെയും സൗരജിത് ബീവിയുടെയും 3 മക്കളിൽ 2ാമത്തെ മകളാണ് ബദരിയ. തന്റെ 2 സഹോദരങ്ങളും കാലിൽ കൊലുസണിഞ്ഞപ്പോൾ ആ വെള്ളി മുത്തുമണികൾ അവളെ വല്ലാതെ മോഹിപ്പിച്ചു. കൊലുസിട്ട് കിലുങ്ങുന്ന കാലുകളുമായി നടക്കാൻ തനിക്കു കഴിയാത്തതിന്റെ ദുഃഖമായി. തനിക്കും കൊലുസു വേണമെന്ന് ബദരിയ വാശി പിടിച്ചപ്പോൾ മാതാപിതാക്കൾ മകളെയും കൂട്ടി ജ്വല്ലറിയിലെത്തി. 2 വെള്ളി പാദസരം വാങ്ങി. ആ പാദസരങ്ങൾ അവളുടെ കൃത്രിമക്കാലിൽ അണിയിച്ചതിന്റെ ദൃശ്യങ്ങൾ ജ്വല്ലറി ജീവനക്കാർ തന്നെയാണ് പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ബദരിയ പിതാവിന്റെ മടിയിലിരുന്ന് കൊതിയോടെയും കൗതുകത്തോടെയും ആ രംഗം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കാഴ്ചക്കാരുടെ കണ്ണുകളെ ഈറനാക്കി. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം കേരള UAE കമ്മിറ്റി ഭാരവാഹികളുടെ മനസ്സും ആർദ്രമായി. അതോടെ ബദരിയ മോൾക്ക് ഒരു സ്വർണ്ണവള നൽകാൻ തീരുമാനിച്ചു. ഗ്ലോബൽ വിങ്സ് മാനേജിംഗ് ഡയറക്ടർ മജീദ് നൽകിയ സ്വർണ്ണവളയുമായി CPT സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊല്ലം ജില്ലാ ഇൻചാർജുമായ ശാന്തകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു റാവുത്തർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കിഷോർ കുമാർ, മൊയ്തു അഞ്ചൽ എന്നിവർ ബദരിയയുടെ ഉറുകുന്നിലെ വീട്ടിലെത്തി. സ്വർണ്ണവളയും പുതുവസ്ത്രങ്ങളും അവൾക്കു സമ്മാനിച്ചു. ഒപ്പം ബദരിയയുടെ സഹോദരങ്ങൾക്കും ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും നൽകി. കൃത്രിമക്കാലുകളിൽ അണിയിച്ച വെള്ളിക്കുലുസിന്റെ ശബ്ദം കേൾക്കാൻ അവളിപ്പോൾ ഏറെ നേരം നടക്കാൻ കൊതിക്കുന്നു.